ഹെയർ മസാജ് ഹെയർ ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അതിങ്ങനെ തല ഇങ്ങനെ കുനിച്ച് നിർത്തി മസാജ് ചെയ്താൽ അത്ര മതി. ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ. ഞാനങ്ങനെ ഹെയർ കെയർ ഒന്നും ചെയ്യാറില്ല, സത്യം പറഞ്ഞാൽ മടിയാണ്. ചെയ്തിട്ടുണ്ട്, കൊറോണ സമയത്താണ് ഞാൻ കൂടുതലും ഹെയർ കെയർ ഒക്കെ ചെയ്തിട്ടുള്ളത്. വെറുതെ ഇരിക്കുകയല്ലേ, നമുക്ക് സമയം പോകണ്ടേ. അപ്പോൾ എല്ലാ യൂട്യൂബ് വീഡിയോ ഇരുന്ന് കണ്ട് ഓരോരോ വീഡിയോ ആയിട്ട് ഇരുന്ന് ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. കുറേയൊക്കെ എനിക്ക് വർക്ക് ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഒരു സാധനവും ചെയ്തിട്ടില്ല. അതിൻ്റെതായ റിസൾട്ട് എൻ്റെ ഹെയറിൽ കാണുന്നുണ്ട്. നല്ല രീതിക്ക് ഹെയർ ലോസ് ആണ്. ഞാനിപ്പോൾ ചടയെല്ലാം കളഞ്ഞ് ക്ലീൻ ആക്കിയുള്ളൂ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. കൈ തൊട്ടാ അപ്പം ഹെയർ കയ്യിൽ വരും, അത്രയ്ക്കും നല്ല ഹെയർ ഫോളാണ്. പിന്നെ നെറ്റിയൊക്കെ നല്ല രീതിക്ക് കയറുന്നുണ്ട്. തലയുടെ തലയൊട്ടിയൊക്കെ നല്ല ശരിക്ക് തെളിഞ്ഞ് കാണുന്ന വിധത്തിലായി ഇപ്പോൾ തലയുടെ അവസ്ഥ. നല്ല രീതിക്ക് ഹെയർ ഫോൾ ഉണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരി കഴിഞ്ഞ ദിവസം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവളും ഞാനൊക്കെ ഒരേ ഡേറ്റിലായിരുന്നു ഡെലിവറിയൊക്കെ. അപ്പോൾ നിനക്ക് മുടി കൊഴിച്ചിലുണ്ടോ, എങ്ങനെയാണ് എന്തെങ്കിലും തലയിൽ തേക്കുന്നുണ്ടോ, പുതിയ എണ്ണ വല്ലതും കാച്ചിയോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഒരു എണ്ണയും കാച്ചിട്ടില്ല. സാധാ വെളിച്ചെണ്ണ തന്നെ, അതും വല്ലപ്പോഴുമാണ് തലയിൽ തേക്കുന്നത്. ഹെയർ കെയർ ചെയ്യാത്തത് വേറെ കൊണ്ടല്ല. ഒന്നാമത്തെ കാര്യം മടി, രണ്ടാമത്തെ കാര്യം ഉത്തരം. നമ്മുടെ കുഞ്ഞുറങ്ങുന്ന സമയത്താണല്ലോ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. കൊച്ചുറങ്ങുന്ന സമയത്ത് ഞാൻ വേഗം പണിയൊക്കെ തീർത്തിട്ട് വരുമ്പോൾ അവൻ എഴുന്നേറ്റിട്ടുണ്ടാകും. അപ്പോൾ എനിക്ക് ഹെയർ കെയർ ഒന്നും നേരെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്നിതാ ആളെ ഉറക്കി കിടത്തിയിട്ട് ഞാനൊരു ഹെയർ പാക്ക് എന്ന് പറയാൻ പറ്റില്ല, ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നൊരു സംഭവമാണ്. അത് ചെയ്യാൻ പോവാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാട്ടോ. ഈ ഒരു ഹെയർ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സവാളയാണ് എടുത്തേക്കണത്. ഒരു മീഡിയം സൈസ് സവാള എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അത് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു സംഭവം ഞാൻ ആ വൈറ്റ് സാധനം കളയൂട്ട. കാര്യം ആ ഒരു സാധനമാണ് നമുക്ക് കണ്ണെരിയാനായിട്ട് കൂടുതലും സഹായിക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ സാധനം കളയണം എന്ന്. അപ്പോൾ അത് കളഞ്ഞിട്ട് ഞാൻ ഇത് നന്നായിട്ട് അരിച്ചെടുക്കുക. ഒരു അരിപ്പയിലിട്ട് ഇതിൻ്റെ ചാറ് മാത്രം എടുക്കുക. ഇതിങ്ങനെ തന്നെ തലയിൽ തേക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് മുടിയിൽ നിന്ന് വാഷ് ചെയ്താൽ പോകാൻ ഭയങ്കര പ്രയാസമായതുകൊണ്ടിട്ട് ഞാൻ ഇതിൻ്റെ ആ നീര് മാത്രമേ എടുത്ത് തലയിൽ തേക്കാറുള്ളൂ. പിന്നെ ഒരു കാര്യം, നമ്മൾ എന്തൊരു ഹെയർ പാക്ക് തലയിൽ ട്രൈ ചെയ്താലും ഡെയിലി തേക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒന്നെങ്കിൽ ആഴ്ചയിൽ ഒരു 3 ദിവസം, അല്ലെങ്കിൽ ഒന്നരാടം തേച്ചാലും വിഷയമില്ല. പക്ഷേ തലയിൽ ഡെയിലി ഒരു ഹെയർ പാക്ക് ഇട്ട് കൊടുക്കുന്നത് അത്ര നല്ലതല്ല. അത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. എല്ലാവർക്കും ഒരുപോലെ വർക്ക് ആവണമെന്നില്ല. പിന്നെ മറ്റൊരു കാര്യം, ഒരു ഹെയർ പാക്ക് ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ 2 പ്രാവശ്യം ഉപയോഗിച്ചിട്ട് എൻ്റെ മുടിക്ക് മാറ്റിയില്ല, എൻ്റെ മുടി വളരുന്നില്ല, എൻ്റെ മുടി കൊഴിയുന്നു, ഇങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നടക്കില്ല. നമുക്ക് ആദ്യം വേണ്ടത് ക്ഷമയാണ്. ക്ഷമ നല്ലോണം വേണം. ഞാൻ ബാക്ക് ക്യാമറയിലാണ് വീഡിയോ എടുക്കുന്നത്. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു മിറർ എടുത്തവിടെ വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് പയ്യെ പയ്യെ ചെയ്യാം. അപ്പോൾ ഈ സവാളയ്ക്ക് പകരം നമുക്ക് ചെറിയ ഉള്ളി എടുക്കുന്നത് നല്ലത് തന്നെയാണ് കേട്ടോ. എനിക്ക് ഉള്ളിയൊക്കെ പൊളിച്ചെടുക്കാനുള്ള മടി കാരണമാണ് സവാള എടുക്കുന്നത്. പക്ഷേ ഈ ഒരു പാക്ക് ഞാൻ സവാള വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്, ഉള്ളി വെച്ച് ചെയ്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഇപ്പം വേപ്പില ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടി ഇട്ട് അരയ്ക്കാം കേട്ടോ. സവാളയിൽ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. സവാള മാത്രം അരച്ച് അതിൻ്റെ ചാറെടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്തേക്കുന്നത്, ഒരു സ്പൂണോളം വെളിച്ചെണ്ണ. പിന്നെന്താ, ഈ സവാള അരച്ചിട്ട് അതേപടി തന്നെ തലയിൽ തേക്കാം. ഞാൻ അങ്ങനെയും തേച്ചിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് ആ സവാളയുടെ തരിതരിയൊക്കെ മുടിയിൽ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അത് പിന്നെ മുടി ഉണങ്ങിക്കഴിഞ്ഞ് വാരി വേണം കളയാനായിട്ട്. മെനക്കേടാണ്. അതുകൊണ്ടിട്ട് ഞാനിപ്പോൾ ഇത് പിഴിഞ്ഞിട്ട് ഈ ചാറ് മാത്രമേ തലയിൽ തേക്കാറുള്ളൂ. ഹെയർ ഗ്രോത്തിന് നല്ലതാണ് കേട്ടോ ഉള്ളി സവാളയൊക്കെ. ഞാൻ നേരത്തെ ഉള്ളിയൊക്കെ കട്ട് ചെയ്തിട്ട് ആ കട്ട് ചെയ്ത പോർഷൻസൊക്കെ ഈ നെറ്റിയുടെ ഭാഗത്തൊക്കെ തേച്ച് കൊടുക്കുമായിരുന്നു. എനിക്ക് നല്ല നെറ്റിയുണ്ട്, നെറ്റി നല്ലപോലെ കയറുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കുറച്ചായിട്ട് നമ്മൾ തലയോട്ടി തേച്ച് കൊടുക്കുക. ഒരു കോട്ടൺ പാഡ് ഉണ്ടെങ്കിൽ ആ പാഡ് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് തലയോട്ടിയിൽ തേച്ച് കൊടുത്താലും മതി. പിന്നെ എനിക്ക് ഇത് കംഫർട്ടാണ്, അതുകൊണ്ട് നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ തേച്ച് കൊടുക്കാം. എല്ലാവർക്കും എല്ലാ ഹെയർ പാക്കും പറ്റുമെന്ന് ഞാൻ പറയില്ല. എനിക്ക് വർക്കായിട്ടുള്ള ഞാൻ ചെയ്യുന്ന ഒരു ഹെയർ പാക്കാണിത്. യൂട്യൂബിൽ കാണുന്ന സകലമായ വീഡിയോസും നമ്മൾ എടുത്ത് പരീക്ഷിച്ച് മുടി കൊഴിഞ്ഞാൽ അതിൽ നമ്മൾ തന്നെയാണ് ഉത്തരവാദി. എനിക്കിത് വർക്കാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. എല്ലാവർക്കും ഒരുപോലെ ആവുന്നില്ല. എല്ലാവർക്കും മുടി കൊഴിയുന്നതിന് പല പല റീസൺസ് ഉണ്ടാകും. ഹോർമോൺ ചേഞ്ച്, PCOD, പിന്നെ നമ്മുടെ ഇംബാലൻസ്ഡ് ഡയറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുടി കൊഴിച്ചിലിന് കാരണമാണ്. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് ഒട്ടും മുടി കൊഴിഞ്ഞിട്ടില്ല. നല്ലപോലെ മുടി വളർന്നു. എനിക്ക് വലിച്ചാൽ പോലും മുടി വരില്ല. അപ്പം ഞാനിങ്ങനെ സന്തോഷിച്ച് മുടി കൊഴിച്ചിലൊക്കെ നിന്നോന്ന് ഓർത്തു. പക്ഷേ ഡെലിവറി കഴിഞ്ഞതോടെ എല്ലാ മുടിയും കൂടി ഇങ്ങോട്ട് പോയി തുടങ്ങി. ഇപ്പം കാണുന്ന വീടിൻ്റെ ഉള്ളിലൊക്കെ എന്ത് മുടിയാണ് തന്നെ. നല്ല നല്ല ഭക്ഷണങ്ങൾ, ഇലക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, ഭക്ഷണ രീതി നമ്മുടെ മുടി വളർച്ചയെ നല്ല രീതിക്ക് ബാധിക്കും. പിന്നെ വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ ഒരു കോംപ്രമൈസും വേണ്ട. നല്ലപോലെ അങ്ങോട്ട് വെള്ളം കുടിച്ചോളൂ. ഞാൻ അത്യാവശ്യം വെള്ളം കുടിക്കുന്ന കൂട്ടത്തിലാണ്. ഒരു സവാളയാണ് എടുത്തേക്കണത്, അത് തന്നെ എനിക്ക് കൂടുതലാണ്. കുറച്ച് മുടിയുള്ള ഒരു ചെറിയ സവാളയൊക്കെ എടുത്താൽ മതി കേട്ടോ. ഇപ്പം 2 പേർക്ക് തേക്കാനുണ്ട്. അപ്പം അത് ഞാൻ എൻ്റെ തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു സവാള എനിക്ക് ബാലൻസ് ആയിരുന്നു, ഞാൻ കുറച്ച് കളഞ്ഞെടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് തലയിൽ എത്താത്ത ഭാഗത്തൊക്കെ എത്തിച്ചു കൊടുക്കുക.
ഹെയർ മസാജ് ഹെയർ ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അതിങ്ങനെ തല ഇങ്ങനെ കുനിച്ച് നിർത്തി മസാജ് ചെയ്താൽ മതി. കണ്ണെരിയാതിരിക്കാനാണ് ആ സവാളയിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത്. പക്ഷെ ഞാൻ സവാള അരിഞ്ഞില്ലെങ്കിൽ കൂടി ഇവിടെ അമ്മ ഉള്ളി ഒഴിക്കുക സവാള ഒഴിക്കുക ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഭാഗത്തേക്ക് വന്നാൽ തന്നെ എനിക്ക് പെട്ടെന്ന് കണ്ണെരിയും. എനിക്ക് ഒട്ടും പറ്റില്ല ഇത്. പിന്നെ ഒരു ഹെയർ പാക്ക് ആ ഒരു വീഡിയോ ഞാൻ ഉടനെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. കാര്യം മുടി നല്ല ഒട്ടും ഉള്ളില്ലാത്ത മുടിയാണെങ്കിലും ഭയങ്കര തിക്നെസ് തോന്നിച്ച് നമുക്ക് എവിടെയെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ മുടി നല്ല ഭംഗിയായിട്ട് നല്ല ഷൈനിങ് ആയിട്ട് കിടക്കാൻ പറ്റിയൊരു ഹെയർ പാക്ക് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അതെപ്പോഴും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അത് ഞാൻ ഉടനെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതൊരു 20 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഷാമ്പൂ ഒന്നും ഇപ്പോൾ ഇടേണ്ട ആവശ്യമില്ല, വെറുതെ വെള്ളം ഒഴിച്ച് കഴുകാം. വേറെ എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു, എല്ലാം മറന്നുപോയി. അടുത്ത വീഡിയോയിൽ എഴുതി വെച്ച് ഓർത്ത് പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാനിത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും കുളിച്ച് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് കാണിക്കാനുള്ള റിസൾട്ടൊന്നും ഇല്ല. ഷൈനിങ് ആയിട്ട് കിടക്കേണ്ട അങ്ങനത്തെ ഒരു ഹെയർ പാക്കൊന്നും അല്ലല്ലോ നമ്മൾ ഇട്ടേക്കുന്നത്. ഇതൊരു ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞ് ഹെയർ പാക്കാണ്. വെറും 2 ഇൻഗ്രീഡിയൻസ് കൊണ്ടിട്ട് മാത്രം ചെയ്യാവുന്നതാണ്. നമുക്കധികം മെനക്കേടേണ്ട ആവശ്യമൊന്നുമില്ല. ചിലതൊക്കെ ആണെങ്കിൽ നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ മുടി ഷൈനിങ് ആയിട്ട് കിടക്കാനുള്ള ഒരു ഹെയർ പാക്കിൻ്റെ കാര്യം, അത് ചെയ്യാൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ്. പക്ഷേ അത് മുട്ടയുള്ളപ്പോൾ പഴം ഉണ്ടാവില്ല, പഴമുള്ളപ്പോൾ മുട്ട ഉണ്ടാവില്ല. അപ്പോൾ ഈ വക സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ട് വേണം വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ പെട്ടെന്ന് ഉണ്ടായിരുന്ന ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം ചെയ്തേക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് തന്നെ അറിയിക്കുക. പിന്നെ എന്തെങ്കിലും വേറെ ഹെയർ പാക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീഡിയോസ് ചെയ്യാനുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ, ലവ് യു ഓൾ.